ന ന ന കൃതണരകാം 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 ന ന ന. കഥകളിയിൽ നമുക്കറിയാം ചിട്ടപ്രധാനമായിട്ടുള്ള കുറേ കഥകൾ, പ്രത്യേകിച്ച് കോട്ടയം കഥകളൊക്കെ ചിട്ട കൂടുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. സമ്പ്രദായം അല്ലെ, അതിൻ്റെ ചില ചിട്ടവട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നളചരിതത്തിനെ പോലെ ഒരു പാടി അല്ലെങ്കിൽ കുചേലവൃത്ത പാടി മുദ്രയ്ക്കനുസരിച്ച് കൊട്ടിക്കൊണ്ട് മാത്രം കാര്യമില്ല, ചടങ്ങുകൾ കൂടുന്നതാണ് പറഞ്ഞത്. അല്ല, അനുഭവം അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആശാന്മാരിൽ അനുഭവങ്ങൾ അങ്ങനത്തെ അഭിപ്രായങ്ങളുണ്ടാകും, തോന്നൽ വന്നിട്ടുണ്ടാവും അല്ലെ? എന്തെങ്കിലുമൊക്കെ ഏത് കഥയ്ക്കാണ് എങ്ങനെ വേണ്ടുള്ള അങ്ങനെ വല്ല തോന്നൽ ചടങ്ങിനെ സംബന്ധിച്ച് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്, ഈ ഒരു മുദ്ര പഠിച്ചാൽ, ഒരു രാജാവ് എന്നൊരു മുദ്ര പഠിച്ചാൽ അത് എങ്ങനെ കാണിക്കേണ്ട ഒരു നിയമമുണ്ട്, ഒരു ഇളകിയാട്ട നിയമമുണ്ട് വിചാരിക്കാം. അങ്ങനെ ഒരു 5-8 ക്രിയകൾ, ഈ ഇളകിയാട്ടങ്ങൾ കൂടെ കാണിക്കേണ്ട മുദ്ര ശാഠ്യങ്ങളുണ്ട്. കളരിയുടെ ചിട്ടയിനെ കുട്ടിത്തരം, ഇടത്തരം, ആദ്യാവസാനം, അങ്ങനെ ഒരു കാറ്റഗറി, ഒരു തരംതിരിവുണ്ട്. ഈ ആദ്യാവസാനം ആകുമ്പോൾ ചാട്ടവും ചവിട്ടമൊക്കെ വളരെ പക്വമായിട്ട് ഉണ്ടാവുക. കുട്ടിത്തരാകുമ്പോഴോ ചവിട്ടാനുള്ളത് മുറക്കി ചവിട്ടുക, ചാടാനുള്ളത് മുറക്കി ചാടുക, അവിടെയൊന്നും ലോഭം പാടില്ല. ഇതൊക്കെ എങ്ങനെ പദം അവതരിപ്പിക്കണം, എങ്ങനെ ചൊല്ലിയാടണം, എങ്ങനെ മുദ്ര കാണിക്കണം എന്നുള്ള നിയമങ്ങളാണ്. അപ്പോൾ ഈ ചിട്ടപ്രധാനമായ കഥകൾ എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം നിയമങ്ങളിനെ മാക്സിമം ഉപയോഗിച്ചും കൊണ്ടാണ് ഈ ചിട്ടപ്രധാനമായുള്ള പദങ്ങളുടെ അവസ്ഥയൊക്കെ കിടക്കുന്നത്. അതൊന്ന് മാറ്റാൻ ആർക്കും അധികാരമില്ല. എക്സ്ക്യൂസ് ഉണ്ട്, അത് ഇല്ലാതെ നിർത്തിയില്ല. അത് എനിക്ക് വൈകട്ടോ, ഇത് മതി, അത് വൈകിട്ട് അതിന് പുറപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ സ്ട്രൈക്ക് ചെയ്യില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അത് കാണാനുള്ള ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടാവുമല്ലോ അതുണ്ടാവുക. അപ്പോൾ ഒരു എക്സ്ക്യൂസ് പരസ്പരം ചെയ്യും. അപ്പോൾ കഥകളി പഠനത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് ഈ ചിട്ടയായിട്ടുള്ള അവതരണ സ്വഭാവം. അത് കളികളുടെ നിയമത്തിലായാലും വിരോധമില്ല, മുദ്രാവതരണത്തിൻ്റെ നിയമത്തിലായാലും വിരോധമില്ല, ഈ കൊട്ടിൻ്റെ സ്വഭാവത്തിനായാലും വിരോധമില്ല. ഇതൊന്നും മറ്റ് കഥകളെ ബാധിക്കുന്നില്ല. മറ്റ് കഥകളെ എന്ന് പറഞ്ഞാൽ കോട്ടയം കഥകളായിക്കോട്ടെ, ഇരയിമ്മൻ തമ്പിയുടെ കഥകളായിക്കോട്ടെ, നരകാസുരം പോലെയുള്ള കളരിയിൽ നിഷ്ഠയായിട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ള കഥാഭാഗങ്ങൾ, അതിൻ്റെയൊക്കെ പുറത്താണ് നളചരിതമായാലും മാംഗലികതയായാലും സന്താനോപാലായാലും ഇല്ലേ. പക്ഷേ നളചരിതത്തിലായാലും ഇതിനൊക്കെ ചിട്ടയുടെ സ്വഭാവങ്ങൾ ഏറെക്കുറെയൊക്കെ ഉണ്ടെച്ചാലും ചിട്ടയുടെ ഒരു സ്വഭാവവും ഇല്ലാത്തത് കർണശബദത്തിലാണ്. ഈ കർണശബദം ചിട്ടപ്പെടുത്തിയത് പട്ടിക്കാന്തുടിയല്ല. അങ്ങനെയാണ് കാണുന്നത്. ആദ്യം ഈ വരുന്ന മുതിർന്ന അന്നത്തെ സീനിയറായിട്ടുള്ള കലാകാരന്മാർ ആരൊക്കെയായിരുന്നു അവർ. അപ്പോൾ അവർ ഇവിടെ ഇതിന് സാദൃശ്യമായിട്ടുള്ള പദങ്ങൾ എങ്ങനെ ഇപ്പോഴത്തെ ചിട്ടപ്രധാനമായിട്ടുള്ളതിലുണ്ട്, അതിനോട് താരതമ്യം ചെയ്തുകൊണ്ട് ഇത് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇത് അവതരിപ്പിക്കേണ്ടത് എന്നല്ല അവർ കണക്കാക്കിയത്. അവർ കണക്കാക്കിയത് ഈ പദത്തിൽ പറയുന്ന കണ്ടൻറ്റ്, ആശയത്തിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, അതിനവർ മുഖവും ശരീരവും, ഈ മുദ്രാവതരണത്തിന് വേണ്ടിയിട്ട് ശരീരവും മാത്രം അവർ പാകപ്പെടുത്തിയെടുത്തു. ഈ കഥകളി അവതരണം എന്ന് പറയുന്ന ചിട്ടയുടെ ഇതില്ലേ, അതിനെ ഒന്നുകൂടെ ലേശങ്ങൾ മാറ്റുകയും ചെയ്തു. ആവശ്യം ഒരു കലാശത്തിൻ്റെ നിഷ്കർഷ കർണശബദത്തിനില്ല, ഒരു ചിട്ടയുടെ ഒരു നിഷ്കർഷയും കർണശബദത്തിനില്ല. അല്ല, അതിൽ ഞാൻ തോന്നുന്നു അതിൽ ആട്ടങ്ങൾ കുറവായി, സംഗീതം കൂടുതൽ സംഗീതം ഇപ്പോൾ കളിച്ച് അത് കർണശബദത്തിൻ്റെ കഥാതീമനാണ് പ്രസക്തി. കഥാതീമനാണ്, ആ മുഹൂർത്തത്തിനാണ് പ്രസക്തി. അപ്പോൾ ഈ കർണൻ്റെയും കുന്തിയുടെയും ആയിട്ടുള്ള ആത്മസംഘർഷം ഇനിയില്ലേ. അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് പലതും പറയാനൊക്കെ തോന്നും. ചിട്ട ചെയ്ത് വന്ന ശൈലിയെ നമുക്ക് ചോദ്യം ചെയ്യാനൊക്കെ തോന്നും.
പക്ഷെ അതൊന്നല്ല നമ്മുടെ വിഷയം. ഈ കഥാപാത്രത്തിനെ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളോർത്ത് ഈ കഥകളിയുടെ ശാഠ്യമായ ചിട്ടകളെ ഒന്നുകൾ അത് വന്ന് എവിടേക്കെത്തി? തൊടാത്തത് ഈ കോട്ടയ കഥകൾക്കും തമ്പിയുടെ കഥകൾക്കും മാത്രമേ സ്വാതന്ത്ര്യം കടത്താതെ നിൽക്കുന്നുള്ളൂ. മറ്റോടത്തൊക്കെ ഇന്ന് കാലത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് അരങ്ങ് സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ തുടങ്ങി. ഇവിടെ ചെണ്ടക്കാരൻ ഒരു ന്യൂനത കൊണ്ട് സംഭവിക്കുന്നതല്ല, ഒരു പാട്ടുകാരൻ്റെ ന്യൂനത കൊണ്ടും സംഭവിക്കുന്നതല്ല. ആസ്വാദനം തലം മാറിയിട്ടുണ്ട്, കാലത്തിൻ്റെ മാറ്റം വന്ന് ഭവിച്ചിട്ടുണ്ടാവും. ഏത് കലയിലും അത് വ്യക്തിയധിഷ്ഠിത, അത് നമ്മൾ മനസ്സിലാക്കണം. വ്യക്തിയധിഷ്ഠിതമാണ് ഏത് കലയിലും. അതായത് ആ വ്യക്തിക്ക് അവിടെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ വ്യക്തിയുടെ പരിമിതി എന്താണ്, അതിനനുസരിച്ചിട്ട് മറ്റുള്ളവർ വഴങ്ങേണ്ടത് ഒരാവശ്യം. ആ വ്യക്തിയോടുള്ള ഒരു റെസ്പെക്റ്റാണ്, അല്ലെങ്കിൽ ആ ഗുരു തുല്യനോടുള്ള ഒരു റെസ്പെക്റ്റാണ്. പക്ഷെ അത് വരും കാലത്ത് അത് ചോദ്യമാവാതിരിക്കട്ടെ, നമുക്ക് പിന്നിലേക്ക് തന്നെ മടങ്ങാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ചിട്ട അവിടെ ഇന്നും ഭദ്രമായിട്ട് നിർത്താൻ നമുക്ക് സാധിക്കുന്നവർ തന്നെയാണ് കഥകളുടെ കെട്ടുറപ്പെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അത് നല്ല കാര്യമാണ്. കാലത്തിൻ്റെ ഒപ്പം ഒക്കെ പറയുന്ന പോലെ ഈ ഉൾക്കൊള്ളുക എന്നുള്ള ആസ്വാദ പക്ഷത്തെ കൂടിയാണ് അവർ സ്വീകരിക്കുന്നതിന് വിജയം ഉണ്ടാവും. അപ്പോൾ കലാകാരന് അവരോ അപ്പോൾ പൊരുത്തപ്പെട്ട് പോയേ നിവൃത്തിയുള്ളൂ അല്ലേ? നമ്മൾ എത്രത്തോളം കലാകാരൻ സ്വന്തം കസർത്ത് കാണിച്ചിട്ട് കാര്യമില്ല, ആസ്വാദകരവും സ്വീകരിക്കുന്നില്ലാണെങ്കിൽ താല്പര്യമാണെന്ന് നിലനിൽപ്പില്ല. അതങ്ങനെ പോട്ടെ. വേറെ ഇടേ പണ്ടത്തെ ആസ്വാദകർ എന്ന് പറയുന്നത് നല്ല സംസ്കൃതജ്ഞാനമുള്ള വ്യക്തികളായിരുന്നു. ഒരു അമ്പലത്തിൻ്റെ ചുറ്റുപാടുന്ന് ഈ സാധനം പോവില്ല. അപ്പോൾ ശുഷ്കമായ അരങ്ങ. അപ്പോൾ തെറ്റി കാണിക്കണതൊക്കെ അവർ ഉറക്കെ വിളിച്ചു പറയും. ഇന്ന് എല്ലാ കലകളും ക്ഷേത്രം അതിൽ പുറത്താണ്. സാധാരണ ജനങ്ങളാണ് ഏറ്റവും വലിയ ആസ്വാദകർ. ഈ ബ്രാഹ്മണ കുടുംബം തന്നെ സാധാരണ ഓഡിയൻസിനേക്കാൾ താഴെ തട്ടിലാണ് ഒരു പരിധി വരെ നിൽക്കുന്നത്. അല്ലാത്തൊരു വിശേഷം ഈ കഥകളി ചുട്ടകളൊക്കെ അങ്ങനെ ഉറക്കെ തന്നെ പറയുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അവരുടെ പ്രത്യേകത. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഈ കലാകാരന്മാർക്ക് ഒരു സ്വാതന്ത്ര്യക്കുറവ് തന്നെ വരുന്ന എൻ്റെ പക്ഷം. അല്ല, ഇതെന്താ വെച്ചാൽ ഒരു വരേണ്യവർഗത്തിൻ്റെ കലയാണ് കഥകളി എന്നൊരു ഉദാഹരണ പണ്ട് മുതലേ പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി അമ്പലക്കെട്ട് അതിർത്തി പുറമേക്ക് വന്ന് വേദികളുടെ കൂടി ഗുണമായിരിക്കും അത് കലാകാരന്മാർക്കാണല്ലേ. അത് കിട്ടുന്ന അവസരങ്ങൾ ചില്ലറൊന്നും അല്ല. അതൊരു പോസിറ്റീവായിട്ട് എടുക്കണം ആ കാര്യങ്ങൾ. പിന്നെ അപ്പം അത് ഇപ്പോൾ പലപ്പോഴും നിലനിൽപ്പിൻ്റെ പ്രശ്നം ഈ ഇതിൻ്റെ ഒരു അത് സൂക്ഷിക്കുന്നത് ശരി, ഇപ്പോൾ സൂക്ഷ്മക്കുറവുള്ളത് തെറ്റ് എന്ന് തന്നെ വ്യാഖ്യാനിക്കല്ലാന്ന്. ഇതിപ്പോൾ ഇത് കാലത്തിനനുസരിച്ച് ഇവൻ പോകുന്നു. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എവിടുന്നാണ് പോകണമെന്നുള്ളതിൻ്റെ ഒരു പിന്നാക്കം ഒരു നോട്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിന് എന്നും ശക്തി ഉണ്ടെന്നാണ് ഞാൻ പറയണത്. പേടിക്കാൻ നമ്മുടെ വീട്ടിലൊരാളുണ്ട് എന്നില്ലേ? ആർക്കും വേഷം കെട്ടി കളിക്കാം, ആർക്കും ചെണ്ട കൊട്ടാം, പാട്ട് പാടാം എന്നുണ്ടെങ്കിൽ പറ്റില്ല. ഇതിൻ്റെ ഒരു തന്മയത്വം ഇല്ലെങ്കിൽ പറ്റില്ല, കഥകളിത്താവില്ല. പിന്നെ ഒപ്പം തന്നെ നമ്മളിതൊക്കെ പറഞ്ഞു വരുമ്പോഴും കുറച്ച് ആൾക്കാർ നമ്മൾ വിട്ടുപോകുന്നൊരു സംശയം. കാരണം ഈ മേളലോകത്തന്നെ ഒരുപക്ഷെ കലാമണ്ഡലമായിട്ട് ബന്ധപ്പെടാത്തവരും ബന്ധപ്പെട്ടവരുണ്ടാകും. നമുക്ക് കലാമണ്ഡലം നമ്മുടെ കലാമണ്ഡലം കേശവേട്ടൻ അങ്ങനെ കുറേ സീനിയേഴ്സായിട്ട് മൺമറഞ്ഞ പല ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ ഓർത്തെടുക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇവരിങ്ങനെ പുറത്ത് പറയുമ്പോൾ കേശവേട്ടൻ്റെ ഒക്കെ കൊട്ട് കേട്ടിട്ട് മറ്റുള്ള ആശാന്മാരുടെ പോലെ വിലയിരുത്താൻ തക്കവണ്ണം പ്രായം എനിക്ക് അത്ര ആയിട്ടില്ല. അങ്ങനെ തോന്നുന്ന കാലത്ത് ഞാൻ പറയണതൊന്നും മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല. ഒരു വിശേഷം എന്താ വെച്ചാൽ കഥകളിയിൽ കൊട്ടിനെ കുറിച്ചിട്ടായാലും കളിയെ കുറിച്ചിട്ടായാലും സാഹിത്യത്തിനെ കുറിച്ചിട്ടായാലും ഒരു പൊതുസദസ്സിൽ സംസാരിക്കുന്ന ആൾ എൻ്റെ അച്ഛനാണ്. അതുപോലെ കഴിവുള്ള പറയാൻ അറിയുന്ന അല്ലെങ്കിൽ പറയുന്ന കവിതയൊക്കെ എഴുതുന്ന കേശവേട്ടനേ ഉള്ളൂ. വേറൊരാളെ അങ്ങനെ ആ ഗണത്തിൽ പറയാൻ പോണില്ല. മുതിർന്ന ലെവലിൽ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കാലത്ത് കളിക്കൊട്ട് പഠിച്ച് പുറത്തിറങ്ങാൻ തുടങ്ങിയ കാലത്ത് കഥകളിയിലത്തെ ഏറ്റവും വലിയ കലാകാരൻ കലാമണ്ഡലം കൃഷ്ണനാരാശാനാണ്. ചമ്പക്കുളം, പാച്ചിപ്പിള്ള, മാങ്കുളം
വിഷ്ണു കുടമാളൂർ കുടമാളൂരാശാൻ, സാക്ഷാൽ വെള്ളേഴി നാടുനാരാശാൻ, കലാമണ്ഡലത്തിലെ എൻ്റെ ആശാന്മാർക്ക് പുറമേ ഉള്ളവരെ നോക്കിയാൽ ഇവരുടെയൊക്കെ വാരണാസി നമ്പൂരി കലാമണ്ഡലത്തിലുണ്ടായിരുന്നു. പിന്നെ വാരണാസി തിരുമേനി കലാമണ്ഡലത്തിലെ തെക്കൻ കളരി പ്രധാന അധ്യാപകനായിട്ട്, തെക്കൻ കളരിയുടെ ആവശ്യമായിട്ട് ഇപ്പം നേരത്തെ രാമനമ്പൂരി തൽക്കാലമായിട്ട് വരിക എന്ന് പറഞ്ഞ പോലെ തിരുമേനി സ്ഥിരം അധ്യാപകനായിട്ടുണ്ടായി. പിന്നെ ചെണ്ടക്കളരിയെ സംബന്ധിച്ചോളം തെക്കൻ വടക്കൻ എന്നുള്ള ജാതി നമ്മൾ നോക്കാറില്ല, ഒക്കെ എല്ലാവരും ഒന്ന് അങ്ങനെയുള്ളൂ. അദ്ദേഹം വരേണ്ടവർത്തേക്ക് അദ്ദേഹം വരും, അദ്ദേഹം വരേണ്ടാത്തവർത്തേക്ക് അദ്ദേഹം വരില്ല, അദ്ദേഹത്തെ വിളിക്കില്ല, വിളിക്കേണ്ടതുമില്ല. അങ്ങനെയാണ് എൻ്റെ ഈ കാലത്തിൻ്റെ മാറ്റം അത് ഉൾക്കൊണ്ടേ പറ്റുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ വേഷപഠനത്തിനായാലും മേളത്തിന് കുട്ടികൾ നിറയെ കിട്ടും, വേഷപഠനത്തിന് ഇപ്പോൾ ആൺകുട്ടികൾ കുറവാണ്. അതിന് കാര്യമുണ്ട്, കാരണം നിലനിൽപ്പാണ്. കാരണം വേഷം കെട്ടി ശീലിച്ച് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അന്നത്തുള്ള വക കിട്ടുമെന്നുള്ള ഉറപ്പ് ഇല്ല. ഇപ്പോൾ മേളമൊക്കെ പഠിച്ചാൽ അത്യാവശ്യം പുറമേ മേളം കൂട്ടിയിട്ടോ വട്ടം പിടിച്ചിട്ടോ അല്ലെങ്കിൽ തായമ്പ് കൂട്ടിയിട്ടോ ജീവിച്ച് പോവാം, കളിയില്ലെങ്കിലും. അങ്ങനെ ഇരിക്കെ അരങ്ങുകളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് വെളിച്ചാവളം കളി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു കഥ ഇല്ലെങ്കിൽ ഒരു മേളപ്പദം, പുറപ്പാട് മേളപ്പദം കഴിഞ്ഞ ഒരു കഥ, അങ്ങനെയായി മാറിയിരിക്കണം. ഒരു 10 മണി 11 മണി വരെ. അപ്പോൾ അന്നത്തെ സമ്പ്രദായത്തെ വെളിച്ചാവളം കൊട്ടണം, ആ കൊട്ടിന് ആട്ടങ്ങൾ വിസ്തരിച്ചുള്ള ആട്ടങ്ങളായിരിക്കും ഓരോ കഥയ്ക്കും എത്തിച്ചേരണം, അതിനനുസരിച്ച് കൊട്ടണം. ഇപ്പോൾ നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടോ എന്നൊരു ചെറിയ തോന്നൽ എനിക്ക് തോന്നുന്നതാണ്. അത് താങ്കൾക്ക് എത്രത്തോളം മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും, മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊരു ചിന്തകളുണ്ടോ? കഥകളിയൊക്കെ വളരെ ചുരുങ്ങിയ തരത്തിലാവുന്നുണ്ട് പല ദിക്കിലും. പക്ഷേ അധിക ക്ഷേത്രങ്ങളിലും കഥകളി നടക്കുന്നുണ്ട്. ചിലതൊക്കെ ഇപ്പോഴത്തെ നിയമം 10 മണിയാകുമ്പോഴേക്കും കഴിയണം, 12 മണി കഴിയണം എന്ന് പറയുന്ന കേരളത്തിൽ മൊത്തം ബാധിക്കുന്ന ഒരു സമയനിഷ്ഠ ഒന്ന് കാരണമാണ്. അത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. വേറെ ഒരു ഇത് പറഞ്ഞാൽ കലാമണ്ഡലത്തിലെ സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ കിള്ളിമംഗലം അസുരംപുരി, അദ്ദേഹം കലാമണ്ഡലത്തിൻ്റെ ഈ തുടക്കകാലത്തിൻ്റെ അനുഭവസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ടതാണ്, കലാമണ്ഡലം വെള്ളത്തോളിൻ്റെ ഭരണ അവസ്ഥയിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് മാറി ഒരു സ്കൂൾ പഠന സ്വഭാവം പോലെ സമയനിഷ്ഠകൾ വന്നു. മറ്റതൊക്കെ പട്ടികാന്തൊടിക്ക് തോന്നുമ്പോഴാണ്, അല്ലെങ്കിൽ വെങ്കിട്ടസ്വാമിക്ക് തോന്നുമ്പോഴാണ് ഇത് പഠിപ്പിക്കുക, തികച്ച ഗുരുകുല സമ്പ്രദായം. അങ്ങനെയായിരുന്നു. ഇതൊരു സ്കൂൾ സമ്പ്രദായം വന്നു. പരീക്ഷ വന്നു, ഞാൻ അവിടേക്കാണ് വരുന്നത്, സിലബസിൽ മാറ്റം വന്നു, പരീക്ഷ വന്നു. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത്, പറഞ്ഞു കൊടുത്തൊക്കെ അവർ കളിക്കും വിചാരിക്കുക, പറഞ്ഞു കൊടുത്തത് എന്താ ധാരണയുണ്ട്, കളിക്കുന്ന ആൾക്കും തന്നെയുണ്ട്, ചോദ്യം ഉണ്ടാക്കാൻ അത്ര അറിയാത്ത അങ്ങനെ ഒരു നേരം പോക്കുണ്ടായി. ഇത് എന്താ പറയണ്ട വലിയൊരു വിഷയം അന്നത്തെ. കാരണം വെച്ചാൽ 4 കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ വരെയുള്ളവരൊക്കെ കളിക്കോട്ടുകാരായി മാറി. അവർക്കുള്ള അനുഭവം കലാമണ്ഡലത്തിൻ്റെ കഥകളികളും ദുർലഭം ആശാന്മാരുടെ കൂടെ കിട്ടുന്ന അരങ്ങ് പരിചയമൊക്കെയാണ് വെച്ചാൽ ഈ 30-ാം തീയതിക്ക് ശേഷം ഏപ്രിൽ 1-ാം തീയതി മുതൽക്ക് സ്വന്തം പരിപാടി ഏറ്റെടുത്ത് നടത്തുന്ന ആളായി മാറി വിചാരിക്കുക. എൻ്റെ ഒരു കാലഘട്ടം എന്നെങ്കിലും പറഞ്ഞാൽ 2 കൊല്ലത്തെ ഗ്യാപ്പ് ആയിക്കോട്ടെ, പിന്നെയാണ് കലാമണ്ഡലം സ്കൂളായി വരുന്നത്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലേ വരുന്നത്. ഈ 4 കൊല്ലത്തെ കോഴ്സിനെ ഇപ്പോൾ 10-12 കൊല്ലത്തെ കോഴ്സായിട്ട് വികസിപ്പിച്ചു. മനസ്സിലായോ? അതിലത്തെ സ്കൂൾ പഠനവും കൊട്ടുപഠനവും, ഉപരിപഠനം, സ്കൂൾ പഠനവും കൊട്ടുപഠനവും ഒന്നിച്ച് പോകണല്ലോ, അല്ലാണ്ട് വെറുതെ ഇതായതല്ല. എങ്ങനെയൊക്കെയാണെങ്കിലും ചെണ്ടക്കളരിയിൽ സ്വകാര്യമായിട്ട് കഴിയുന്ന പഴയ മനോഭാവം 1-ാം വർഷം ഓണം കഴിയുമ്പോഴേക്കും ഇന്നതൊക്കെ കഴിയണം എന്ന് പറയില്ലേ, 4-ാം കൊല്ലമാകുമ്പോഴേക്കും പഠിക്കാനുള്ളത് ഏതാണ്ടൊക്കെ കഴിയണം എന്ന് പറയുന്ന സ്വഭാവമൊക്കെ ഇന്നും ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ സിലബസ് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ 1-ാം കൊല്ലത്തേക്ക് എന്താ പറയണ്ടത് ഒക്കെ തയ്യാറാക്കി വന്നാൽ പോസ്റ്റ് ഗ്രാജുവേഷനും MA-ക്കൊക്കെ വരുമ്പോൾ സിലബസ് നിന്ന് അങ്ങോട്ട് കാക്കണം. ചോദ്യം ഉണ്ടാക്കാൻ തന്നെ പ്രശ്നങ്ങളാണ്.
അപ്പം ഒരു ചോദ്യം തന്നെ ഇപ്പോൾ എത്ര കാലം ചോദിക്കാം, അതും പ്രശ്നമല്ലേ. അപ്പോൾ ഈ മേളത്തിനെ സംബന്ധിച്ച് കൊട്ടുവഴികളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനോ പറഞ്ഞു കൊടുക്കാണ്ടപ്പോൾ അവരും കൂടി പറയില്ലല്ലോ. നമുക്ക് നമ്മൾ കണ്ടെത്തിയ വഴികളോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ടുള്ള വഴികളോ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കി ചെയ്യാനോ അവർക്ക് അവസരമില്ല. കലാമണ്ഡലത്തിൻ്റെ കൂടെ ധാരാളം കളികൾക്ക് പോയിട്ട് പരിചയം ഉണ്ടാക്കാൻ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് അവസരം കമ്മിയാണ്. കലാമണ്ഡലത്തിലെ കളി പഴയ കാലം പോലെ ഇല്ല. അപ്പോൾ എന്തൊക്കെ ആ കുട്ടി മനസ്സിലാക്കണം, അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, സാധിക്കുന്നതായിക്കോട്ടെ സാധിക്കാത്തതായിക്കോട്ടെ, എല്ലാം ഈ അവനവൻ്റെ അതായത് ഈ ഗുരുനാഥൻ്റെ ചുമതലയായിട്ട് മാറുക. അയാളെ എത്ര പ്രാപ്തനാക്കിയാലും മതിയാവില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില്ലേ, ഒരു ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും മറ്റാളിങ്ങനെ കൊട്ടി കേട്ട് അത് ഏതാ നല്ലത് നോക്കാതെ പറഞ്ഞ് അതുവരെ നമ്മൾ പഠിപ്പിക്കും. ഈ നന്നല്ലാത്തത് വരെ ചിലപ്പോൾ നമ്മൾ അല്ല. അതിൽ എനിക്ക് തോന്നുന്നത് ഈ കലാമണ്ഡലത്തിൽ പഠിച്ച് കലാമണ്ഡലം വേഷക്കാർക്ക് കൊട്ടുന്നത് മാത്രമല്ല, ഇവർ ഇതര വേഷക്കാർക്കും പല വിളിച്ചുകൂട്ട് കളിക്ക് പോകുമ്പോൾ പല സമ്പ്രദായത്തിലും ഇതൊക്കെ ഈ ചെണ്ടക്കളരിയുടെ ഉള്ളിൽ പ്രസക്തമായുള്ള വിഷയങ്ങളാണ്. കാരണം വെച്ചാൽ കുട്ടികൾക്ക് അതിനുള്ള അവസരമില്ല. അപ്പം ഞാനൊരു ദിക്കിൽ പുതിയൊരു അനുഭവം ഉണ്ടായിച്ചാൽ ഞാനത് എൻ്റെ അനുഭവ പാഠങ്ങൾ ഒരു വിഷയമാകും. ചോദ്യം ചോദിക്കില്ല, പരീക്ഷയ്ക്കുള്ള ചോദ്യമാവില്ല. പക്ഷേ ഈ കുട്ടികളുടെ ഉള്ളിൽ ഇങ്ങനെ കാര്യങ്ങൾ അനവധി കയറണം. മറ്റതല്ലേ, ഇപ്പോൾ അച്ഛൻ കലാമണ്ഡലത്തിൽ ചേരണൻ്റെ മുമ്പ് തന്നെ കൊട്ടുകാരനാണ്. അച്ഛൻ്റെ കൊട്ട് എന്ന് പറയുന്നത് ഈ ക്ഷേത്ര വാദ്യങ്ങളാണ്. കളിക്കൊട്ട് മാത്രമേ അച്ഛൻ അറിയായുള്ളൂ. കളിക്കൊട്ട് അച്ഛൻ പഠിച്ചത് പട്ടിക്കാന്തറ കളരിയിൽ നിന്നാണ്. അപ്പോൾ പട്ടിക്കാന്തറ കളരിയിൽ നിന്ന് എങ്ങനെ അച്ഛനെ കൊട്ട് പഠിപ്പിക്കുക ചോദിച്ചാൽ കൊട്ടേണ്ട വിധം അച്ഛനറിയും. ആവശ്യം പട്ടിക്കാന്തടി പറഞ്ഞു കൊടുത്താൽ ആവശ്യത്തിനെ എങ്ങനെ കൊട്ടുകൂടെ കൊട്ടിൻ്റെ ഭാഷയാക്കാന്നുള്ളത് അച്ഛനറിയും. ഇനി അത് ശരിയായില്ല വെച്ചാൽ മൂത്തവനെയാണ്, അതങ്ങനെയല്ല ഇതിങ്ങനെയാണ് ഇല്ലേ ആ കൊട്ട് ഇങ്ങനെ. അപ്പോൾ മൂത്തവരുടെ കൂടെയുള്ള അറിവ് പരിചയമാണ് അച്ഛന് കുറച്ചുകൂടി ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ കാരണമായിരിക്കണത്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് സത്യമല്ല. ഇന്നിപ്പോൾ കൊട്ട് മുഴുവനെ ഒരു കളരിയിൽ പഠിക്കുക, ചെണ്ടക്കളരിയിൽ മാത്രം പഠിക്കുക. ഒരു കളരിയിൽ വെച്ചാൽ ചെണ്ടക്കളരിയിൽ മാത്രം പഠിക്കുക. അതുപോലെ മദ്ദളമായാലും പാട്ടായാലും കളിയായാലും ഈ കോമ്പിനേഷൻ ഇല്ലേ, അന്ന് പഠിക്കാനുള്ള ഒരു ക്ലാസ്സാണെന്ന് വെച്ചാൽ ഇന്ന് അങ്ങനെയുള്ള പഠനം കുട്ടികൾക്ക് സാധ്യമല്ല. കാലം അനുശാസിക്കുന്നില്ല, അല്ലെങ്കിൽ പറ്റില്ല. ഇതിൻ്റെ മാറ്റങ്ങൾ ഇപ്പോൾ കൊട്ടിൻ്റെ പരിഷ്കാരങ്ങൾ പലതും ചോദിച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് കഥകളിക്കൊട്ട് ഇനി ഒരുപാട് വളരാണ്ടെന്നാണ് ഞാൻ പറയുക. ഒരുപാട് വളർന്നത് നമ്മൾ എന്താ പറയണ്ട, ഒരേ ഒരു ചെണ്ടമേളം പോലെയുള്ള ഒരു കൊട്ടിനെ ഒരു ഭാവ അവസ്ഥ പോലെ ആക്കി മാറ്റാൻ അച്ഛൻ്റെ ഒരു കാലഘട്ടം, കുട്ടന്മാരാശൻ്റെ ഒരു കാലഘട്ടം ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ മൂത്തവനെ പറയണില്ല. മൂത്തവനൊക്കെ ഇങ്ങനെ ഘനഗംഭീരമായിട്ടുള്ള മേളമാണെന്ന് വെച്ചാൽ അച്ഛൻ്റെയും കുട്ടന്മാരാശൻ്റെയും ഒരു കാലഘട്ടം വന്നപ്പോൾ അവർക്ക് അവരുടെ അനുഭവത്തിലൂടെ ഇതിനെ ഭാവമേളാക്കി മാറ്റി. ഭാവമേളം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമ്പോഴത്തേയും സങ്കടം വരുമ്പോഴത്തേയും അവസ്ഥയ്ക്ക് ഒരുപോലെ കൊട്ടരുത് എന്നുള്ള തോന്നൽ എന്ന് വിചാരിക്കുക. എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ അരങ്ങത്ത് നടൻ്റെ മനോധർമ്മ ആട്ടങ്ങൾ വിചാരിക്കുക, പദത്തിലല്ലാണ്ട് കൊട്ടും കളിയായിട്ടുള്ള വിഷയങ്ങൾ ഇരിക്കുക. അതിനെന്തൊക്കെ കൊട്ടുകാരൻ കൊട്ടണു, ഈ നടൻ രംഗത്ത് വരാൻ സമയമെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൊട്ടിക്കൊണ്ട് നിൽക്കേണ്ടി വരും. ഈ നുണനെ നമ്മൾ കൊട്ടിക്കൊണ്ട് നിൽക്കുക. ഇപ്പോഴും കഥകളി മേളം എന്ന് പറയുന്ന അവസ്ഥ മാറിയിട്ട് ചെണ്ട വിജയകൃഷ്ണൻ, മദ്ദളം മറ്റേ കൃഷ്ണൻ എന്ന് പറയുന്നത് വെച്ചാലും കഥകളി മേളം എന്ന് പറയുന്ന സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ഹമ്പക്ക് മേളെ ഇപ്പോഴും കഥകളി രംഗം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരൊക്കെ പറഞ്ഞാൽ ഈ വേഷക്കാരൻ വിചാരിക്കുന്നുള്ളൂ. പിന്നെ അവരുടെ ആവശ്യം പോലെ ഇയാളൊക്കെ ഒപ്പത്തിലുണ്ട് വെച്ചാൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലാണ്ട് വേറൊന്നും
മറ്റതെന്ത് കൂട്ടിയോ എന്ത് കൂട്ടിയില്ല അത് വിഷയമില്ല. നമ്മൾ ഒരു നടൻ കളിക്കുമ്പോൾ എന്തൊക്കെ കൂട്ടണോ, ഈ ഒരു നടനും കളിക്കണില്ലെങ്കിലും നമ്മൾ ഇതൊക്കെ കൂട്ടും. അപ്പോൾ കളിയില്ലാത്ത സമയത്ത് എന്ത് കൊട്ടണം, അതിനുള്ളൊരു പാഠം നമുക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ കൊട്ട് ശ്രദ്ധിച്ചാൽ ഇത് ഇത്ര പറയപ്പെടില്ല. അച്ഛനൊഴിച്ച് വേറെ ആരുടെ കൊട്ട് ശ്രദ്ധിച്ചാലും ഇത് പറയപ്പെടും. അച്ഛൻ്റെ കൊട്ടിൽ അത്ര പറയില്ല, ഇല്ല എന്ന് ഞാൻ പറയണില്ല. അല്ല, ഞാൻ എൻ്റെ ഒരു വിഷമത്തെ കൂടെ നോക്കിയാൽ ഈ കളിക്കുമ്പോൾ എന്തൊക്കെ കൊട്ടിക്കൊണ്ടിരിക്കണോ, കളിക്കാത്തപ്പോഴും തന്നെ കൊട്ടണ ആരവസ്ഥ ഇപ്പോഴും കഥകളി കൊട്ടുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അന്ന് വേദികൾ കുറവായിരുന്നു. വേദിയല്ല പ്രശ്നം, നമ്മുടെ ഒരു ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം. കളിക്കുമ്പോൾ എന്താ കൊട്ടേണ്ടത് വെച്ചാൽ കളിയില്ലാത്തപ്പോൾ എന്തിനാ അത് കൊട്ടണം, വേറെ എന്തൊക്കെ കൊട്ടാണ്ട് പുറപ്പാടും മേളപ്പതും തായമികയും പാടക്കൈകളും പലതും നമ്മൾ കാണണോ കേൾക്കണോ കൊട്ടണോ പഠിക്കണോ ഇല്ലേ. ഇവിടേക്ക് നമുക്ക് എന്തൊക്കെ പറ്റും ഈ സന്ദർഭത്തിലേക്ക്. ഇപ്പോൾ കഥകളിക്കൊട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെണ്ടക്കൊട്ട് പഠനത്തിൻ്റെ ഒരു ഹയർ സ്റ്റഡിയാണ്. കഥകളിക്കൊട്ടിൻ്റെ മീതെ ഒരു പഠനമില്ല, ചെണ്ട വിഷയത്തിൽ കഥകളിക്കൊട്ടിൻ്റെ മീതെ ഒരു പഠനമില്ല. അപ്പോൾ ഒരു കഥകളിക്കൊട്ടുകാരെന്ന് പറഞ്ഞാൽ എല്ലാ കൊട്ടിൻ്റെയും ഗ്രാഹ്യമുള്ള ആളെന്നൊരർത്ഥമാണ്. അതിൽ സംഗീതവും സംഗീതം ഇല്ലാണ്ട് പറ്റില്ല, പറ്റില്ല, അയാൾക്ക് ലൈഫ് കിട്ടില്ല. അത് മറ്റുള്ള കലാകാരൻ ഉൾക്കൊണ്ട് പൊരുത്തപ്പെട്ടാണോ തൗര്യത്തിലേക്ക് തന്നെ കഥകളിക്ക് തന്നെ പറയണത്, എല്ലാം ചേർന്നിട്ടുള്ള അല്ലേ ആ സമ്പ്രദായം. ഇതിപ്പോൾ കൊട്ടാണോ പാട്ടാണോ കളിയാണോ എന്നുള്ള ഏതാ ഇതിൽ വെറുതെ നിശ്ചല്ലാതെ ആവുന്ന അവസ്ഥ, ഇതുപോലൊരവസ്ഥ ഈ ആസ്വാദനം. ഇത് എനിക്ക് അനുഭവം ഒന്നിട്ട് വേണം അനുഭവം ഉണ്ടായിട്ടുണ്ട്. താൻ പറയുന്ന പോലെ താങ്കളിപ്പോൾ വേഷം കെട്ടി പറഞ്ഞു. അപ്പം ഞാൻ അന്ന് കണ്ടൊരു അനുഭവം ഉണ്ടായി കരിമ്പുഴ വെച്ചിട്ടേ. തൻ്റെ ഹനുമാന് പാട്ട് പാടിയിരുന്നത് തൻ്റെ സീനിയറായിട്ടുള്ള കലാമണ്ഡലം പ്രൊഫസർ ഉണ്ണീഷേട്ടനായിരുന്നു, കലാമണ്ഡലം ഉണ്ണീഷൻ. അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ്, അല്ലെ, മേളത്തിനൊപ്പം തന്നെ. അപ്പോൾ ഇവർ നിങ്ങൾക്കൊക്കെ ഈ കളരി അനുഭവങ്ങൾ അനവധിയാണ്. കാരണം ഈ വേഷത്തിന് കൊട്ടുക, ആ കളരിയിൽ പാട്ടുകാരുണ്ടാവും, അതെല്ലാം ചുറ്റോടെ. അപ്പോൾ അതാ പറഞ്ഞ് മേളക്കാരൻ, കഥകളി മേളക്കാരൻ സംഗീതം അഭിനയം എല്ലാം വഴങ്ങണം എന്നുള്ളതാണ് നിശ്ചയം അല്ലേ. അത് കലാമണ്ഡലത്തിൻ്റെ പഠന സ്വഭാവം തന്നെ ഒരു കാരണമാണ്. സ്വതേ പാടാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ കലാമണ്ഡലത്തിൽ ഭജനയ്ക്ക് പാടാം, നേർപോക്ക് സാഹിത്യ സമാജ മീറ്റിംഗ് ഉണ്ട് അതിന് പാടാം, മനസ്സിലായോ. ഡാൻസുകാരെയൊക്കെ അധികം കഴുത്ത് കളക്കാൻ വശമുള്ള മത്രക്കാരൻ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു അന്ന്. ഇതിനൊക്കെ സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. കോട്ടയ്ക്കിൽ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ല. പൊട്ട് പഠിക്കുന്ന ആൾ പൊട്ട് പഠിച്ചാൽ മതി, കളി പഠിക്കുന്ന ആൾ കളി പഠിച്ചാൽ മതി, അങ്ങനെ. അല്ല, അത് അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാസ് ഒരു അധ്യാപകൻ എന്ന് പറയുന്ന. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴും ഒന്ന് ചോദിക്കാതെ പോകാൻ വയ്യ. ഒന്ന് താങ്കളുടെ അച്ഛനെ കുറിച്ച് രണ്ടു വാക്ക് കേൾക്കണമെന്നുണ്ട്. അച്ഛൻ അമ്മ ഈ കൃഷ്ണോട്ടി പോകാനുള്ള കലാമണ്ഡലം വിടും. ഈ വീട്ടിൽ അച്ഛനെ എങ്ങനെ നോക്കിക്കണ്ടത്, അച്ഛൻ അനുഭവങ്ങൾ നിങ്ങൾ നോക്കിക്കണ്ടിരുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സകലകലാവല്ലഭൻ ഈ കലാമണ്ഡലത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ സ്വന്തമായിട്ട് അഷ്ടപതിയാട്ടം അങ്ങനെ ചില സമ്പ്രദായങ്ങൾ പലരും ഇവിടെ വീട്ടിൽ വന്ന് പഠിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോട്ടക്കൽ പി ഡി നമ്പൂരി കൊട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ അച്ഛൻ്റെ അടുത്ത്. പിന്നെ പിൽക്കാലത്ത് കോട്ടക്കൽ സംഗീതം അവിടെ ആയിരുന്നു, വാസുവിൻ്റെ അടുത്തായിരുന്നു. അപ്പം അങ്ങനെ വീട്ടിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ പല അച്ഛനെ കുറിച്ച് രണ്ട് വാക്ക് ഓർമ്മിപ്പിക്കാം. മോഹൻലാൽ വന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ വീട്ടിൽ അല്ലേ കമലദളം. അച്ഛനെ അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുമോ, അച്ഛനെ കുറിച്ചിട്ട് കൃഷ്ണോട്ടി പോകാളെ കുറിച്ചിട്ടൊന്ന്? ഞങ്ങൾ 6 ആളാണ് മക്കൾ. അതിൽ 5-ാമനാണ് പ്രകാശൻ വിചാരിക്കുക. ഈ പ്രകാശൻ വരെയുള്ള ഞങ്ങളുടെ ഒരു കാലഘട്ടം അച്ഛൻ സർവത്ര തിരക്കുള്ള ആളാണ്. വേനൽക്കാലമായാലും വർഷക്കാലമായാലും വീട്ടിൽ വന്ന എഴുത്ത് അല്ലെങ്കിൽ മരാമത്ത് ഇനിതേ ബിസിയാണ്, വെറുതെ ഇരിക്കണ അങ്ങനെ കാണില്ല. അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വിരുന്ന് വന്നിട്ട് ഇവിടെയൊന്നും ഞങ്ങൾക്ക് ഉമ്മത്ത് സീറ്റില്ല. ഇങ്ങനെ ഒന്ന് അച്ഛൻ്റെ അടുത്ത് ഇരിക്കാൻ ഞാൻ ഇരുന്നിട്ടില്ല. അച്ഛൻ്റെ ഒരു 60 വയസ്സിൽ 60-ാം പിറന്നാളിന് ശേഷമാണ് അടുത്തിരിക്കലും വിട്ട് കിടക്കാന്നൊക്കെ പറയില്ലൊക്കെ കലാമണ്ഡലത്തിൽ പഠിച്ചതൊക്കെ ഒരു മയപ്പെടലുണ്ടായത്. അതെ, ഞങ്ങൾക്ക് അച്ഛാന്ന് വിളിച്ച അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയൊരു കാലം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 60 വയസ്സിന് ശേഷമാണ്. മറ്റതൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തല്ലുള്ളൂന്നാണ് പേടി. കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കത് പറയാൻ പറയാറിയോ എന്നാ പേടി. അപ്പോൾ ഞാൻ അങ്ങനെ ഒഴിഞ്ഞിട്ടുള്ളൂ എന്നെ സംബന്ധിച്ചോളം.
ഉണ്ടാവും, നിഴലുണ്ടാവും വെച്ചാലും ചീത്തേക്കാന്നൊക്കെ ഉള്ള ഞാൻ മുമ്പിൽ പോയി പെടില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കലാമണ്ഡലത്തിൽ എൻ്റെ ഏട്ടന്മാരെ പോലെയൊന്നും എനിക്ക് സാധിക്കാത്ത മനോവിഷമത്തിലാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞില്ലേ. അതായി തീരുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അതിൻ്റെ അപ്പുറം നിൽക്കില്ല. മറ്റുള്ളവരെ പോലെയൊക്കെ ഇയാളും കഴിച്ചു കൂട്ടുന്ന ആളാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ അതിൽ ഒരു ഇടവരണേ എന്ന് മാത്രമേ ഞാൻ എൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നുള്ളൂ, ഈ കോട്ടയ്ക്കിലേക്ക് പോകാൻ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ കേട്ടുപരിചയമുള്ള പല മേളക്കാരും എൻ്റെ ഉള്ളിൽ വരും. ഗ്രാമീണത്തിൽ വന്നവരും പോണവരും ഇല്ലേ. ഇതൊക്കെ എൻ്റെ കൂട്ടിൽ പ്രതിഫലിക്കാൻ തുടങ്ങി. അതിനൊരു ചെറിയ അനുഭവം പറഞ്ഞാൽ ടൈപ്പ് റെക്കോർഡൊക്കെ വാങ്ങിയപ്പോൾ ഉണ്ണീഷപ്രകാശനെ വിളിച്ചിട്ട് അച്ഛൻ്റെ ഒരാട്ടക്കഥ ഭീഷ്മപ്രതിജ്ഞ റെക്കോർഡ് ചെയ്യാണ്. മോഹനേട്ടൻ കൂടെ പാടുണ്ട്. എവിടെ വെച്ചായിരുന്നു? വീട്ടിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാം, അച്ഛൻ്റെ റൂമിൽ വെച്ചിട്ട്. വെറുതെ ഈ ടൈപ്പ് റെക്കോർഡിൻ്റെ ഒരു കൗതുകം. ചെറുപ്പശ്ശേരി ശിവേട്ടൻ കലാമണ്ഡലത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, മദ്ദളം, ഞാൻ ചണ്ടി. അച്ഛത് കേട്ടുകൊണ്ടും ഒക്കെ കഴിഞ്ഞു പോയി. ഞാൻ ശിഖയമായിട്ടൊക്കെ ഉരുട്ടി നല്ലോണം കൊട്ടിയിട്ടു എന്നൊക്കെയുള്ള ഊറ്റത്തിൽ നടക്കുകയാണ്. പറഞ്ഞു അവനോനെ പോലെ ആവാൻ ശ്രമിക്കാന്നല്ലാണ്ടേ മറ്റവനെ പോലെ ആവാൻ ശ്രമിച്ചാൽ അതൊക്കെ ആവില്ല, അവനോൻ്റെ ഇട്ട് ഒറ്റപ്പോഴും ചെയ്യും എന്നെയൊക്കെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കയ്യിൽ തോന്നി. അത് ഞാൻ എൻ്റെ ചവിടത്ത് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പം ഈ ആസ്വദിക്കാം, അത് പ്രയോഗത്തിൽ വരുത്തണമെങ്കിൽ നമ്മൾ ഈ മിമിക്രിക്കാരെ പോലെ പറഞ്ഞാൽ അനുകരിക്കാൻ പറ്റില്ല. അപ്പോൾ അനുകരണം തെറ്റാണ് എന്നുള്ളത് ഒരു തോന്നലുണ്ടാക്കി. അപ്പോൾ ഉണ്ണീഷൻ കൂട്ടുണ്ട്. ഉണ്ണീഷൻ കൂട്ടുന്നതൊക്കെ ആരാ കാരണക്കാരൻ? ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടെ പറയുക. അല്ലെങ്കിൽ രാധാകൃഷ്ണന്മാരെ കൂട്ടുണ്ട്. രാധാകൃഷ്ണന്മാർ ആരെ അനുകരിച്ചിട്ടാണ്? നമ്മുടെ ആശാന്മാരിൽ നിന്ന് അനുകരിച്ച് കൂട്ടാൻ പറ്റില്ല. മലനാടേശനൊക്കെ ഇങ്ങനെ പെരുക്കണ പെരുക്കൽ എന്നിങ്ങനെ ആലോചിച്ചാൽ എന്നാൽ അച്ചുണ്ണിമാമ വളരെ മന്ദഗതിയിൽ ആമി മൊയിലും എന്ന് പറഞ്ഞ മാതിരിയാണ്. അച്ചുണ്ണിമാമേനെ അനുകരിക്കാനും പറ്റില്ല. അപ്പോഴേക്കും നമ്മൾ അതിസാധാരണക്കാരായി. മലനാടേശനെ അനുകരിക്കാൻ വിചാരിച്ചാൽ നമുക്കൊക്കെ ആവില്ല. അവരവർക്ക് അവരവരുടെ സ്വന്തം അതെ അങ്ങനെ കാണാവൂ. അല്ലാണ്ട് ഇപ്പോൾ ആ ഗുരുത്വം മനസ്സിൽ ധ്യാനിച്ച് സ്വന്തം വഴി കൂടെ അതെ അതെ പകർന്ന് കിട്ടിയത്. അതെ. പക്ഷേ വേറെ നമ്മൾ ഈ ആശാന്മാരുടെ അടുത്തൊക്കെ പഠിച്ചത് അല്ലെങ്കിൽ കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചതാന്ന് പറയുന്നതിൻ്റെ ഒരു വിഷയത്തിന് വേണ്ട സമയത്ത് വേണ്ട പോലെ പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല വെച്ചാൽ അവർ അച്ഛൻ പ്രകാശാൻ്റെയോ മലനാടേശൻ്റെയോ കുട്ടമാരാശൻ്റെയോ ശിഷ്യന്മാർ അച്ഛൻ്റെ കലാപ്രവർത്തനം കവളപ്പാറ അഷ്ടപതിയായിട്ടോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഭയങ്കര അനുഭവം. എന്താ പറയേണ്ടത്, ഭയങ്കര അനുഭവം എന്ന് പറഞ്ഞാൽ അച്ഛനെ വലിയ ആളാക്കി മാറ്റാൻ ഒരു പ്രാർത്ഥന അച്ഛൻ്റെ അമ്മാമയ്ക്കുണ്ടായിരുന്നു. ഗോവിന്ദ പൊതുവാഴ എന്ന് പറയും. അച്ഛന് ഈ നാഷണൽ അവാർഡ് വാങ്ങാൻ വേണ്ടി ഭുവനേശ്വറിൽ പോയി. അപ്പോൾ റിഹേഴ്സലുണ്ട്. ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അവിടുന്ന് ഇങ്ങനെ വരണം. ഈ പ്രസംഗം കഴിയുമ്പോഴേക്കും മറ്റേ പൊന്നാട എണീക്കും, ഇത് തരും, ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകണം. ഇതില്ലേ അതൊക്കെ റിഹേഴ്സലാണ്. അപ്പോൾ ഈ പ്രസിഡൻറ്റ് അന്ന് വെങ്കട്ടരാമൻ വൈസ് പ്രസിഡൻറ്റ്, ഇദ്ദേഹമാണ് കൊടുക്കാൻ. ഈ പറഞ്ഞ പോലെയൊക്കെ അച്ഛൻ അനുസരിച്ച് വരികയാണ്. ഈ സ്റ്റേജിൻ്റെ അവിടെ എത്തിയപ്പോൾ അച്ഛൻ്റെ അമ്മാവനെ പോലെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛനത് അമ്മാവനാന്നാണ് തോന്നി. അങ്ങോട്ട് നമസ്കരിച്ചു. ഈ ഇതിൽ പറഞ്ഞതല്ലാതെ പ്രോട്ടോക്കോളല്ല. അച്ഛൻ അങ്ങോട്ട് വെച്ചാൽ അത് അച്ഛൻ്റെ ഒരു മനസ്സും അമ്മാവൻ്റെ ഒരു അനുഗ്രഹവും ഞാൻ പറയാറുണ്ട്. 3 അഷ്ടപതിയാട്ടം പുറത്തുണ്ടായാൽ ഒന്ന് ഗുരുവായൂർ വഴിപാട് അച്ഛൻ പ്രാർത്ഥിച്ചു. ഈ അഷ്ടപതിയാട്ടം കാലമായ മോഹനേട്ടൻ ശാന്തിനി നിന്ന് വരിക അങ്ങനെ ഇരുന്ന ആ കാലഘട്ടം. ഈ 3 കഴിഞ്ഞു. ഇനി ഗുരുവായൂർക്ക് പോകാൻ ശ്രമിക്കാറായി. ഇപ്പം എന്തൊക്കെ അതിന് കാട്ടേണ്ട ആർക്കൊക്കെ ഒരുങ്ങാൻ എന്തൊക്കെ വേഷക്കാരൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഗുരുവായൂരിൽ നിന്ന് കത്ത് ഇങ്ങോട്ട് വന്നു.
അഷ്ടപതിയാട്ടം ഉത്സവകാലത്ത് വേണം, ഇത്ര റുപ്യ പ്രതിഫലം തരാം, സാധിക്കിച്ച ഉടനെ മറുപടി തരാം. മോനങ്ങോട്ട് പോകുന്നത് അതാ ഗുരുവായൂരപ്പം വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഷ്ടപതിയാട്ടം ഉണ്ടായി. അതൊക്കെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അത്ഭുതങ്ങളാണ്. കലാമണ്ഡലത്തിൽ പെൻഷൻ ഇല്ലയെന്ന് ആരോ പറഞ്ഞു റിട്ടയർ ചെയ്ത് പോരുമ്പോഴേ. അച്ഛനൊരു കോൺട്രാക്ട് ബേസിലായിരുന്നു, ഇത്രയും അറിയില്ല, എനിക്കറിയില്ല. ജോലി ഇല്ല, ശമ്പളം മേടിച്ചു എന്നുള്ളതല്ലാണ്ട് അതിൻ്റെ മറ്റൊന്നും അറിയില്ല. ശമ്പളം പെൻഷൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെൻഷൻ ഇല്ലയെന്ന് ആരാൻ ശേഖാനോ അച്ഛൻ അങ്ങനെ ചിത്താറു. ഈ നാഷണൽ അവാർഡ് കിട്ടിയ ആൾക്ക് പെൻഷൻ കൊടുക്കുന്നൊരു പദ്ധതിയുണ്ട്. ഒരു 50,000-60,000 ഉറുപ്പിക ഒന്നിച്ചാണ്ട് വന്നു അച്ഛന്. അപ്പോൾ ഈ അച്ഛൻ്റെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടിയിട്ടില്ല. ചിലവ് ഇവിടെ വീട്ടിൽ ആരും പഠിപ്പിച്ചിരുന്നു അച്ഛൻ അങ്ങനെ ആ കാലത്ത് അങ്ങനെ സീനിയേഴ്സ് കുട്ടികളൊക്കെ പഠിപ്പിച്ചിരുന്നു. അടുത്തുള്ളവരൊക്കെ PD നമ്പൂരി അവിടെ പഠിച്ചിരുന്നു കോട്ടക്കൽ കലാമണ്ഡലത്തിൽ. ശരി, അവിടെ പഠിക്കുന്ന PD നമ്പൂരിയും ബലരാമേട്ടനാണ് അച്ഛൻ പോണ കാലത്തെ അവസാനത്തെ വിദ്യാർത്ഥികൾ. അവർക്കൊക്കെ ബലരാമേട്ടനൊക്കെ ഏതാണ്ട് കളിക്കോട്ട് 2 വർഷമോ 3 വർഷമൊക്കെയാണ്. കളിക്കോട്ടൊക്കെ ഏതാണ്ടായിരിക്കണു, പഠനങ്ങളൊക്കെ ആയിരിക്കണം എന്നൊക്കെയാണ് കേട്ടത്. ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴും അമ്മയാണല്ലോ അവിടുത്തെ എല്ലാ കാര്യങ്ങളും. വീട്ടിലാണെങ്കിൽ നിരന്തരം അല്ല വിസിറ്റേഴ്സ് ഉണ്ടാവും. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാവും നിങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ അമ്മയും നിങ്ങളുടെ കുടുംബത്തിന് ഓർത്തെടുക്കുമ്പോൾ ഒന്ന് പറയും അങ്ങനെ. അമ്മയ്ക്കൊരു മോഹമേ ഉള്ളൂ. അമ്മയ്ക്ക് അച്ഛനെ ആരാധനയായിരുന്നു. അച്ഛൻ എന്ത് സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് അച്ഛൻ ആരാധ്യനായിരുന്നു. അത് വീട്ടിൽ കോട്ടം തട്ടരുതേ എന്നൊരൊറ്റ പ്രാർത്ഥനയാണ്. അച്ഛൻ്റെ വലിപ്പത്തിന് പ്രത്യേകിച്ച് വീട്ടിൽ അത്രയല്ലേ അച്ഛനെ ആഗ്രഹിക്കാം, അമ്മയ്ക്ക് ആഗ്രഹിക്കാൻ പറ്റും. അത് ഉണ്ടാവരുതേ എന്നേ പ്രാർത്ഥനയുള്ളൂ. എൻ്റെ പ്രാർത്ഥന അതാ. ഇത് കൃഷ്ണൻകുടിവാള മാനല്ല, കണ്ടുകൊണ്ട് കാര്യമില്ലല്ലോ. കണ്ടപ്പോൾ അച്ഛൻ്റെ കുപ്പായക്ക് ഭാഗമല്ല. ഇതൊക്കെ ഈ കലാമണ്ഡലത്തിലെ ജില്ലയിൽ തറവാക്കി. അതിൻ്റെ മുമ്പ് ഞാൻ പോരും. എനിക്കതിന് അതിന് വഴിയുണ്ടാവും, അതിന് വിഷമമൊന്നുമില്ല. ഞാൻ ആരുടെയും ആശ്രയത്തിലല്ല, എന്നെ ആരും ആശ്രയിക്കണമെന്ന് എനിക്കിഷ്ടമല്ല. ഞാൻ എല്ലാവരുടെയും സുഹൃത്താണ്, ഇഷ്ടക്കാരനാണ്. മക്കളൊക്കെ കുട്ടികൾ? എനിക്കൊരു മകൻ, അയാൾ MA PhD എടുത്ത ആളാണ്, ഡോക്ടർ കൃഷ്ണ പ്രവീൺ. കുട്ടു എന്നാണ് വിളിക്കുക. മകളുണ്ട്, അവൾ ഇപ്പം അമേരിക്കയിലാണ്. മാസ്റ്റർ ഡിഗ്രിയൊക്കെ എടുത്ത് പുതിയ ജോലിക്ക് തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. വിവാഹം നടക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ പോണു. 2014 എൻ്റെ പത്നി എനിക്ക് നഷ്ടപ്പെട്ടു. സൈലൻ്റ് അറ്റാക്കായിട്ട് അവർ മരിച്ചു. ഒരു തരം ജീവിതം. അല്ല, അതും തൻ്റെ തിരക്കുകളും എനിക്കറിയാതെ എഴുതുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇക്കാലത്ത് നടക്കുന്ന ഓർമ്മിക്കത്തക്കതായിട്ട് ചില മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഏത് കലാകാരനും പ്രത്യേകത അംഗീകാരങ്ങൾ ലഭിക്കുക, ആൾക്കാരുടെ ഒരു എന്തെങ്കിലും ശ്രദ്ധ കൈപ്പറ്റുക. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലൊക്കെ കിട്ടിയ പല അനുഭവങ്ങളും ഓർമ്മകളും ഉണ്ടാവും പങ്കുവെക്കാൻ. എനിക്കൊരു അവാർഡ് എന്ന് പറഞ്ഞിട്ട് ആദ്യം കിട്ടുന്നത് എൻ്റെ കൂടെ കോട്ടയ്ക്കിൽ ഒരു കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞിട്ട് മാരാർ, ഡൽഹിയിൽ ഇൻ്റർനാഷണൽ സെൻട്രൽ ജോലിയാണ്. അയാൾ സ്വന്തമായിട്ടൊരു പഞ്ചവാദ്യ കൃഷി നടത്തുന്നുണ്ട്. അവരുടെ വക എന്താ കലാചാര്യ എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ്. അതാണ് അവാർഡ് എന്നുള്ള പേരിൽ ഞാൻ വാങ്ങുന്നത് ആദ്യത്തെ. പിന്നെ പിരിയണതിന് മുമ്പേ കലാമണ്ഡലം അവാർഡ് കിട്ടി. അതിലൊക്കെ വലുത് എനിക്ക് എൻ്റെ ഇതാണ്. ഇത് എന്താ ഗുരുദക്ഷിണ 2017 കുട്ടികൾ എനിക്ക് തന്നതാണ്. അതുപോലെ ഉണ്ണികൃഷ്ണൻ തന്നു ഒരു സ്വർണ്ണ സീനിയർ ലോക്കറ്റ്. അതൊക്കെ എന്നിൽ ഇന്നും ഭദ്രമാണ്. അതൊക്കെയാണ് എൻ്റെ പറയാൻ തൊക്കെയുള്ള അവിടുത്തെ സ്വീകരണം കിട്ടി. ഇവിടുത്തെ നിന്ന് ആദരവുണ്ടായി. പക്ഷേ ഈ അവാർഡ് എന്ന് പറയണത് കാര്യമായിട്ട് ഈ 2 ഈ കലാമണ്ഡലത്തിൽ നിന്ന് കുട്ടികൾ തന്ന. ഓർത്തെടുക്കുമ്പോൾ നമുക്ക് അതിലൊക്കെ എത്രത്തോളം വർത്താൻ നമുക്ക് ഗുരുക്കന്മാരെ ഓർക്കുമ്പോൾ ആരെങ്കിലൊക്കെ പ്രത്യേകിച്ച് മനസ്സിൽ ഉൾക്കൊണ്ട്
ഞാൻ എന്നും ഗുരുസ്മരണ ചെയ്തിട്ട് ജലപാനം കഴിക്കാറുള്ളൂ. അവർക്ക് ഞാൻ എന്നും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ അവർക്ക് മകനെ പോലെയാണ്. അവർക്ക് വളരെ വേണ്ടിയിട്ടുള്ള ആളായിരുന്നു. അല്ലെങ്കിൽ എന്നും അങ്ങനെ ആവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. കുട്ടമ്പാറ എന്നെ ജയകൃഷ്ണൻ എന്നാണ് പറയുക. അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി കാലത്ത് ജയകൃഷ്ണൻ 4 ദിവസം മുമ്പേ ഇവിടേക്ക് വരണം, എൻ്റെ ഷഷ്ടിപൂർത്തിയാണ് എന്നൊരു കാർഡ് അയച്ചു. അദ്ദേഹത്തിന് മക്കളുണ്ട് എന്നുള്ളത് ഞാൻ പിന്നെ അറിഞ്ഞു. അപ്പോൾ എന്നെ ഒരു പുത്രസ്ഥാനത്ത് അദ്ദേഹം വിളിച്ചില്ലേ, അതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ. മല്ലാളി രക്ഷാൻ ഒഴിവ് കിട്ടിയാൽ പാവം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിൽക്കണം, സംസാരങ്ങൾ കേൾക്കണം. അദ്ദേഹത്തിന് നാട്ടുവർത്തമാനോ വീട്ടുവർത്തമാനോ കളി വർത്തമാനങ്ങളും. അല്ല, അതുപോലെ പറയാൻ അച്ഛനും എൻ്റെ അച്ഛൻ കിടപ്പിലായപ്പോഴും തന്നിടയ്ക്ക് വന്ന് കാണും ആശാനെ. അതെ, ആശാനെ കണ്ടിരുന്നു. എനിക്ക് വലിയ മോഹമുണ്ടായിരുന്നു ഈ മേള പഠനത്തിനൊരു പുസ്തകം ഉണ്ടാക്കണമെന്ന്. കാരണം എന്താ വെച്ചാൽ കൊട്ടിങ്ങനെ പഠിപ്പിക്കാം. ഈ കൊട്ട് കഥകളിയിലേക്ക് ചൊല്ലിയാട്ടത്തിലേക്ക് ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനോൻ്റെ ഒരു ശ്രമമില്ലാണ്ട് നടക്കില്ല. മുഴുവനായി ചീത്തയും കല്ലും കൊണ്ടിട്ട് പഠിയില്ല. അവനോന് അതിലേക്ക് പകരാനുള്ള ഒരു സ്വയം ഒരു ഉത്സാഹമാണ്. അപ്പോൾ അവനോൻ തന്നെ കളിച്ച് മനസ്സിലെങ്കിലും കളിച്ച് പാടിയിട്ടൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു കീഴ്വഴക്കത്തിലാണ് ഞാൻ കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ കളരിയിലേക്ക് പേടിയാണ് എനിക്ക് ഹോസ്റ്റലിൽ വന്നാൽ. അവിടെ പോകണം, ഇവിടെ പോകണം, ഇത് കേൾക്കണം, അത് ഇല്ലേ. അപ്പോൾ ഇതൊക്കെ സ്വരൂപിച്ച് ചെണ്ടക്കളരിയിൽ നിന്ന് ചൊല്ലിയാട്ടക്കളരിയിലേക്ക് പോകാൻ പ്രാപ്തനാക്കുന്ന ഒരു മേളപ്രകാരം അലവറയിൽ പൂട്ടിക്കിടക്കുകയാണ്. അത് നടക്കുമെന്ന് എനിക്ക് നിശ്ചയില്ല. അതിന് പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടെങ്കിൽ അത് നടക്കും. അപ്പോൾ എന്തായാലും പറഞ്ഞാൽ തീരില്ല അനുഭവങ്ങളും ഓർമ്മകളും. ഇത് വലിയൊരു ലോകമാണല്ലോ കഥകളി ലോകം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി, കുറേ ഓർത്തെടുക്കാനും മനസ്സിലാക്കാൻ സന്തോഷം. അപ്പോൾ ഇനിയോ വളരെ അല്ല, അച്ഛനെ കോട്ടക്കൽ കൃഷ്ണൻകുട്ടിനാർ ആശാനെ ശ്രീയുടെ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തുമ്പോഴേ നമ്മൾ തമ്മിലുള്ള സുഹൃത്ബന്ധത്തിനൊരു ശക്തിയുള്ളൂ. എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ കലാമണ്ഡലത്തിൽ ഒക്കെ എനിക്ക് പേടിയുള്ള ആശാന്മാർ. കോട്ടയ്ക്കലും മാറ്റമൊന്നുമില്ല. പക്ഷേ കൃഷ്ണൻകുട്ടി ആശാൻ ഷൊർണൂരാണ് താമസം. അവിടെ അടുത്തൊരു മനക്കിൽ എനിക്ക് ക്ഷേത്ര അടിയന്തര വിഷയമായിട്ട് പോകാറുണ്ട്. ആശാനെ കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കലാമണ്ഡലത്തിലെ ആശാന്മാരെക്കാൾ അധികം ഒരു സാമീപ്യം ഇടയ്ക്കിടയ്ക്ക് കണ്ടും ഷൊർണൂരൊക്കെ പോയ ഇടയ്ക്ക് അതാ ജയകൃഷ്ണ എന്നൊക്കെ ചോദിക്കലും ആശാൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ആശാന്മാരുടെ അടുത്ത് പോകുന്നതിനേക്കാൾ ഒരു പക്ഷേ അധികം ഒരു സ്വാതന്ത്ര്യം ശ്രീയുടെ അച്ഛൻ്റെ അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഷൊർണൂരിൽ നിന്ന് കവളപ്പാറയ്ക്ക് വരുമ്പോൾ ആശാൻ ഉണ്ട് ഉള്ള ബസ്സിൽ. ആശാൻ ഞാൻ തൻ്റെ നാട്ടിലേക്കാടോ എന്താ വിശേഷം? അപ്പോൾ ഞാൻ എൻ്റെ അവിടേക്കാണ് വീട്ടിലേക്കാണ് വെച്ചു. ഒന്നുമല്ല, ശ്രീകുമാരന് പെണ്ണ് കാണാൻ പോവുകയാണ്. അത് സന്തോഷം. അപ്പോൾ ശ്രീ എൻ്റെ വീടിൻ്റെ മുമ്പിലത്തെ വീട്ടുകാരനായല്ലോ. മാത്രമല്ല അതുകൊണ്ട് അച്ഛൻ വലിയ വേഷക്കാരനായി. നിങ്ങൾ 2 സഹോദരന്മാർക്കും കഥകളിയെക്കുറിച്ച് പഠിക്കാനൊന്നും സാധിച്ചില്ല. പക്ഷേ കഥകളി നിങ്ങൾ ധാരാളം അച്ഛൻ 50 കൊല്ലത്തോളം അവിടെ ഉണ്ടായിരുന്നു. PS വാലുള്ള കാലത്ത് ജോയിൻ ചെയ്ത ആളാണ്. ധാരാളം സേവിക്കുന്നുണ്ട്. കഥകളി കലാകാരന്മാർക്കൊക്കെ ശ്രീകുമാർ പാപ്പുള്ളി എന്ന് പറഞ്ഞാൽ ധാരാളം അറിയാം. എന്നെ താൻ ഉണ്ടായിരിക്കരുത്, എന്തെങ്കിലും പറയണം. കൊറോണ കാലം എല്ലാവരും ഒന്ന് ഉണരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെയും കുറേ അത്രയൊക്കെ പുകഴ്ത്തി പോകണ്ട. അല്ല, ഇതിപ്പോൾ ശ്രീ ഇല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല. വേറെ ആരും ഇവിടെ വരാൻ. ഈ കവളപ്പാറയിൽ ഇപ്പോൾ കരയിട്ട് കൊണ്ടു നടക്കുന്ന ആളൊന്ന് ഞാനും നമ്മുടെ ഗോപിനാഥ പ്രഭ എൻ്റെ ആദ്യത്തെ ഗുരുനാഥനാണ് കേട്ടോ. എൻ്റെ ആദ്യത്തെ അച്ഛൻ കഴിഞ്ഞാൽ എന്നെ ഓട്ടോന്നുള്ളിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഗോപിയേട്ടനാണ്. വേറെ ആരുമില്ല ഇത് പ്രൊഫഷണലായിട്ട്. എന്തായാലും സന്തോഷം. വളരെ സന്തോഷം.